പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഓൾറെഡി നമ്മൾ ഇതിന്റെ കോഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട സിലബസ് ഡിസ്കഷൻ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ഇതിന്റെ ആക്ച്വൽ നോട്ടിഫിക്കേഷൻ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഉടനെ തന്നെ നമ്മുടെ PSCയുടെ വെബ്സൈറ്റിൽ വരും ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും. അപ്പോൾ ഈ നിശ്ചിത ക്വാളിഫിക്കേഷനുള്ള ആളുകളെ സംബന്ധിച്ചിട്ട് വളരെ മികച്ച ഒരു അവസരം തന്നെയാണ്. ഈ പറഞ്ഞ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള നിയമനമാണ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്ന് പറഞ്ഞ തസ്തിക. അപ്പോൾ നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക്, നോട്ടിഫിക്കേഷന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. നേരത്തെ പറഞ്ഞതുപോലെ I+ ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ഈ ഒരു പരീക്ഷയ്ക്കായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. വളരെ ചെറിയ ഫീസിൽ, നോമിനൽ ആയിട്ടൊരു എമൗണ്ടിൽ നിങ്ങൾക്ക് I+ന്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. കോഴ്സിന്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും, അതുപോലെ തന്നെ ഫസ്റ്റ് കമന്റിൽ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ കാറ്റഗറി നമ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ 194/2024 ആണ് ഇതിന്റെ ഒരു കാറ്റഗറി നമ്പർ നമ്മുടെ ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത വിജ്ഞാപനത്തിലുള്ളത്. ദെൻ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ്, ഭക്ഷ്യ സുരക്ഷാ വകുപ്പിലേക്കാണ് ഈ ഒരു നിയമനം വരുന്നത്. നെയിം ഓഫ് ദ പോസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്നുള്ളതാണ് ഈ പോസ്റ്റിന്റെ നെയിം. സ്കെയിൽ ഓഫ് പേ ശ്രദ്ധിക്കുക, 35,600 മുതൽ 75,400 വരെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സ്കെയിൽ ഓഫ് പേ, ശമ്പള സ്കെയിലുള്ള മികച്ച ഒരു ജോലി തന്നെയാണ്. 2 വേക്കൻസിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ നോട്ടിഫിക്കേഷനിൽ 2 വേക്കൻസിയെ പറയുന്നുള്ളൂ. പക്ഷേ നമുക്കറിയാം സ്വാഭാവികമായിട്ടും പരീക്ഷ അടുത്ത വർഷത്തേക്കേ ഉണ്ടാവുകയുള്ളൂ. അടുത്ത വർഷം പരീക്ഷ നടന്ന് അതിന്റെ റാങ്ക് ലിസ്റ്റ് ഒക്കെ പബ്ലിഷ് ചെയ്ത് അതിനുശേഷം 3 വർഷം റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഉണ്ടാവും. ആ സമയത്തേക്ക് ഇതിനേക്കാളും ഒക്കെ എത്രയോ അധികം വേക്കൻസികൾ ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്കറിയാം. ഓഗസ്റ്റ് 14 വരെ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നിലവിൽ ഇതിന് അപ്ലൈ ചെയ്യാൻ ഇന്നോ നാളെയോ ആയിട്ട് PSCയുടെ പ്രൊഫൈൽ ആക്ടിവേറ്റഡ് ആകും. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക, 36 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 36 വയസ്സാണ് ഇതിന്റെ ഏജ് ലിമിറ്റ്. കൃത്യമായിട്ട് ഡേറ്റ് ഓഫ് ബർത്തും PSC പറയുന്നുണ്ട്. 2/1/1988 ജനുവരി 2 ശേഷം ആ തീയതി ഇൻക്ലൂഡഡ് ആണ്. അതിനുശേഷം ജനിച്ചവർക്ക് 2006 വരെ ജനിച്ചവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടാവുക. OBC SC ST കമ്മ്യൂണിറ്റികൾക്കൊക്കെ യൂഷ്വൽ ആയിട്ട് ലഭിക്കുന്ന ഏജ് റിലാക്സേഷനും ഉണ്ടാവും എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഇതിന്റെ നോട്ടിഫിക്കേഷന്റെ വിവരങ്ങൾ. ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക. ക്വാളിഫിക്കേഷൻ വളരെ കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഡിപ്ലോമ ഇൻ ഫുഡ് ടെക്നോളജി, നിങ്ങൾക്ക് ഇത് വായിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഡിപ്ലോമ ഇൻ ഫുഡ് ടെക്നോളജി വിത്ത് അറ്റ്ലീസ്റ്റ് എ സെക്കൻഡ് ക്ലാസ്, അതായത് ഫുഡ് ടെക്നോളജിയിലെ ഡിപ്ലോമയാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. ഫുഡ് ടെക്നോളജിയിലെ ഡിപ്ലോമ. ഇനി അതല്ലെങ്കിൽ ഡിഗ്രി ഇൻ കെമിസ്ട്രി, സെക്കൻഡ് ക്ലാസ് ആണെങ്കിലും കുഴപ്പമില്ല. ഡിഗ്രി ഇൻ കെമിസ്ട്രി, BSc കെമിസ്ട്രി ഉണ്ടാവണം. പക്ഷേ അവിടെ ഒരു നോട്ട് പ്രത്യേകം പറയുന്നുണ്ട്. പ്രിഫറൻസ് വിൽ ബി ഗിവൺ ടു കാൻഡിഡേറ്റ്സ് വിത്ത് ഫുഡ് ടെക്നോളജി ക്വാളിഫിക്കേഷൻ. അതായത് ഡിപ്ലോമ ഇൻ ഫുഡ് ടെക്നോളജി ഉള്ള ഒരാളും BSc കെമിസ്ട്രി ഉള്ള ഒരാളും ഒരേപോലെ റാങ്ക് ലിസ്റ്റ് വരികയാണെങ്കിൽ പ്രിഫറൻസ് ആർക്കായിരിക്കും കൊടുക്കുക? ഡിപ്ലോമ ഇൻ ഫുഡ് ടെക്നോളജി ഉള്ള ആൾക്കായിരിക്കും എന്നുള്ളത് കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷനിലും അങ്ങനെയായിരുന്നു, ഇത്തവണയും അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ PG ഡിപ്ലോമ ഇൻ ഫുഡ് അനാലിസിസ് ആൻഡ് ക്വാളിറ്റി അഷുറൻസ് ഫ്രം ഡിഫൻസ് ഫുഡ് റിസർച്ച് ലാബോറട്ടറി അണ്ടർ യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂർ, അല്ലെങ്കിൽ PG ഡിപ്ലോമ ഇൻ ഫുഡ് അനാലിസിസ് ആൻഡ് ക്വാളിറ്റി അഷുറൻസ് ഫ്രം എ UGC റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അപ്പോൾ അതായത് PG ഡിപ്ലോമ ഇൻ ഫുഡ് അനാലിസിസ് ആൻഡ് ക്വാളിറ്റി അഷുറൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. ഡിപ്ലോമ ഇൻ ഫുഡ് ടെക്നോളജി അല്ലെങ്കിൽ BSc കെമിസ്ട്രി അല്ലെങ്കിൽ PG ഡിപ്ലോമ ഇൻ ഫുഡ് ക്വാളിറ്റി ആൻഡ് അഷുറൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഈ നിശ്ചിത യോഗ്യത ഉള്ളവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പ്രത്യേകിച്ചും ഫുഡ് ടെക്നോളജി ഡിപ്ലോമയും ഒക്കെ ഉള്ള, അതിന് മുകളിൽ ഇക്വലന്റ് ആയിട്ടുള്ള ഡിഗ്രി ഒക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിട്ട് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. PSCയുടെ നോട്ടിഫിക്കേഷനിൽ തന്നെ ഒരു ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസ്, സെറ്റ് ഓഫ് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡിപ്ലോമ ഇൻ ഫുഡ് ടെക്നോളജിക്ക് ഇക്വലന്റ് ആണ് പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ഫുഡ് ടെക്നോളജി. പോളിടെക്നിക് ഡിപ്ലോമ ഇതിന് ഇക്വലന്റ് ആണെന്ന് PSC പറയുന്നുണ്ട്. അതുപോലെ തന്നെ BSc ഫുഡ് സയൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞ കോഴ്സ് പഠിച്ചവർക്കും ഇതിന് ഇക്വലൻസി വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് കഴിഞ്ഞ തവണത്തെ റിക്രൂട്ട്മെന്റിൽ ഇക്വലന്റ് ആയി സ്വീകരിച്ച ക്വാളിഫിക്കേഷൻസ് ആണ്. അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻസ് ഉള്ളവരെ സംബന്ധിച്ച് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. അപ്ലൈ നൗ ബട്ടൺ കൊടുത്ത് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് PSC ഉദ്ദേശിക്കുന്നത്. ദെൻ BSc കെമിസ്ട്രി ഇക്വലന്റ് ആണ്. BSc പോളിമർ കെമിസ്ട്രി, ഫുഡ് ടെക്നോളജി, BTech ഫുഡ് ടെക്നോളജി, MSc കെമിസ്ട്രി, MSc ഫുഡ് സയൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, MSc ഫുഡ് ഡയബറ്റിക്സ് ആൻഡ് ന്യൂട്രീഷൻ, MSc ഫുഡ് ടെക്നോളജി, MSc ഫുഡ് സയൻസ്, MSc ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി. അതായത് BTech ഫുഡ് ടെക്നോളജി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് PSC ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ. അക്കാര്യത്തിൽ നിങ്ങൾക്ക് വ്യക്തത ഉണ്ടായി കാണുമെന്ന് കരുതുകയാണ്. കഴിഞ്ഞ തവണ 2018 ഈ പരീക്ഷ നടന്നത്. റാങ്ക് ലിസ്റ്റ് 2020 വന്നു. റാങ്ക് ലിസ്റ്റ് ഓൾറെഡി എക്സ്പയർ ആയിട്ടുണ്ട്. അന്നത്തെ പരീക്ഷയുടെ കട്ട് ഓഫ് 33.33 മാർക്കായിരുന്നു.
അതിനുശേഷം അതിൽ നിന്ന് 53 പേർക്ക് അതിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട്. ആ റാങ്ക് ലിസ്റ്റിൽ 53 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഇത്തവണയും റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം ഇത്രയുമൊക്കെ നിയമനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ. ദെൻ സിലബസ്, കഴിഞ്ഞ തവണ വിശദമായിട്ടുള്ള സിലബസ് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് നമ്മൾ ഇത്തവണയും പ്രതീക്ഷിക്കുന്നത്. 10 മാർക്ക് വീതമുള്ള 10 മാർക്കിന്റെ, ആകെ 100 മാർക്കാണ്, 10 മാർക്കിന്റെ 5 മൊഡ്യൂളുകളുണ്ട്. ഫുഡ് കെമിസ്ട്രി, ഒന്നാമത്തെ മൊഡ്യൂൾ ഫുഡ് കെമിസ്ട്രി 10 മാർക്കുണ്ട്. ദെൻ ഫുഡ് മൈക്രോബയോളജിക്ക് 10 മാർക്കുണ്ട്, ഫുഡ് ടെക്നോളജിക്ക് 10 മാർക്കുണ്ട്, ഫുഡ് എഞ്ചിനീയറിംഗിന് 10 മാർക്കുണ്ട്, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സിന് 25 മാർക്കാണ് ഉള്ളത്. ദെൻ ലബോറട്ടറി എക്കോസിസ്റ്റം ഓഫ് FSSAE എന്നുള്ളതിന് 10 മാർക്കുണ്ട്, ഫുഡ് ക്വാളിറ്റി അനാലിസിസിന് 15 മാർക്കുണ്ട്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് GK അതിന് 10 മാർക്കുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ സിലബസിന് കുറച്ചൊക്കെ കാര്യങ്ങൾ ഇതിലും വരുന്നുണ്ട്. അപ്പോൾ അതിന് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അതുമായിട്ട് ചേർത്ത് വെച്ച് ഈ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2ന്റെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു മികച്ച തസ്തികയ്ക്കായിട്ട് നിങ്ങൾ പഠനം ആരംഭിക്കുക. അപ്ലൈ ചെയ്ത ശേഷം I+ നിങ്ങൾക്കൊരു കോച്ചിങ്ങിന്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും I+ നിങ്ങളോടൊപ്പം ഉണ്ട്. വളരെ ചെറിയ ഫീസിൽ I+ന്റെ കോഴ്സിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നല്ലൊരു സർക്കാർ ജോലി നേടുക. താങ്ക് യു.